നമ്മുടെ വീടുകളിലോ ഓഫീസുകളിലോ ഒക്കെ ഒരുപാട് ഫോണുകൾ ഒരുമിച്ച് ചാർജ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ സാധാരണ ചാർജറുകൾ ഉപയോഗിച്ച് ഒരുപാട് പ്ലഗുകളെ ആശ്രയിച്ച് വേറെ വേറെ ആയി ചാർജ് ചെയ്യുന്നതിന് പകരം എല്ലാ ഫോണും ഒറ്റ പ്ലഗിൽ ഒറ്റ ചാർജർ ഉപയോഗിച്ച് എങ്ങനെ ചാർജ് ചെയ്യും എന്നുള്ള ഒരു സംവിധാനമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. 10 ഫോണുകൾ വരെയൊക്കെ ഒരുമിച്ച് ചാർജ് ചെയ്യാവുന്ന രീതിയിലുള്ള ചാർജറുകൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. എനിക്കിവിടെ റോബോടെക് കമ്പനിയുടെ 6 ഫോണുകൾ ഒരുമിച്ച് ചാർജ് ചെയ്യാവുന്ന ഒരു ചാർജർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീഡിയോ വഴി ഒന്ന് കാണിച്ചു തരുന്നതാണ്. വീടുകളിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും ഒരുപാട് നേരം കറണ്ടൊക്കെ പോയിട്ട് വരുമ്പോൾ മിക്കവാറും ഫോണുകളൊക്കെ ബാറ്ററി തീരാനായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് തോന്നിയത് കൊണ്ടും പിന്നെ ഞാനിതിലൊരു 4 ഫോണുകൾ ഒരുമിച്ച് ചാർജിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എല്ലാം ഒരേ സ്പീഡിൽ തന്നെ പെട്ടെന്ന് തന്നെ ചാർജായി കിട്ടുന്നതായിട്ട് കണ്ടു. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ചാർജിങ് തന്നെയാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇത് നിങ്ങളെ കാണിക്കുന്നത്. ഈ ചാർജറിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് പ്ലഗുമായിട്ട് കണക്ട് ചെയ്ത് ഇതിലേക്ക് സപ്ലൈ കൊടുക്കുവാനുള്ള ഒരു കേബിളും പിന്നെ ഒരു USB കേബിളുമാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. കൂടുതൽ ഫോണുകൾ ഈ ചാർജറുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നിലവിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ ചാർജറിൻ്റെ കേബിൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അധികം USB കേബിളുകൾ വാങ്ങുകയോ ചെയ്യണം. ഈ ചാർജറിൻ്റെ 2 സൈഡുകളിലും 3 ആമ്പിയറിൻ്റെയും 2.4 ആമ്പിയറിൻ്റെയും 1 ആമ്പിയറിൻ്റെയും 3 പോർട്ടുകൾ വീതമാണുള്ളത്. നമ്മുടെ ഫോണിൻ്റെ കൂടെ കിട്ടുന്ന ചാർജർ എത്ര ആമ്പിയർ ചാർജിങ് ആണോ നമുക്ക് തരുന്നത് എന്ന് നോക്കിയിട്ട് അതേ ആമ്പിയർ കിട്ടുന്ന പോർട്ടിലാണ് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യേണ്ടത്. ഈ ചാർജറിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായ 230 വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഈ കാണുന്ന ഈ ഒരു സോക്കറ്റിലാണ്. ചാർജറിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള സപ്ലൈ കണക്ട് ചെയ്യാനുള്ള കേബിൾ അതിലേക്ക് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള കേബിൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിൽ കണക്ട് ചെയ്യാനുള്ളത് USB കേബിളാണ്. നമ്മുടെ ഫോണിന് ആവശ്യമുള്ള ചാർജിങ് ആമ്പിയർ എത്രയാണോ എന്ന് നോക്കിയിട്ട് അതിന് പാകമായിട്ടുള്ള പോർട്ടിൽ നോക്കിയിട്ട് ഈ USB കേബിൾ പ്ലഗ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണാം. ഞാനിതിവിടെ സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്ത് ഇതൊന്ന് വർക്ക് ചെയ്യിച്ച് കാണിച്ചു തരാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ട കേബിൾ നമുക്ക് പ്ലഗുമായിട്ട് കണക്ട് ചെയ്യണം. ഞാനിവിടെ സപ്ലൈ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പ്ലഗ് ചെയ്യുമ്പോൾ ഇതിൽ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. 2 ബ്ലൂ കളർ ലൈറ്റ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാർജർ വർക്കിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫോൺ കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഫോണിൽ നന്നായിട്ട് തന്നെ ചാർജ് കയറുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമതൊരു ഫോൺ കൂടി കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ രണ്ടാമതൊരു ഫോണിന് വേണ്ടിയിട്ട് ചാർജിങ് കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഫോണിലേക്കൊന്ന് കൊടുത്തു നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. എല്ലാവർക്കും സാധാരണ ചാർജർ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാം. എങ്കിലും ഞാനിതൊന്ന് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആദ്യമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ ഇതിലെങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ വിശദമായിട്ട് കാണിച്ചു തന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ 2 ഫോണിലും നന്നായിട്ട് തന്നെ ചാർജ് കയറുന്നുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ചാർജറിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കേബിളുകളൊക്കെ വാങ്ങുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് 2 ആമ്പിയർ 3 ആമ്പിയർ ഒക്കെ ഔട്ട്പുട്ടുള്ള ചാർജിങ് പോർട്ടുകളാണ് ഇതിലുള്ളത്. ഇത്രയും ആമ്പിയറൊക്കെ കടത്തിവിടാൻ പറ്റിയ നല്ല കേബിളുകൾ നോക്കിയാണ് നമ്മൾ വാങ്ങേണ്ടത്. വില കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചാർജറിൽ ആമ്പിയർ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. കേബിളിന് കൂടി കപ്പാസിറ്റി ഇല്ലെങ്കിൽ ചാർജിങ് കൃത്യമായിട്ട് നടക്കുകയില്ല. ഇതുപോലെ 4 ഫോണും 6 ഫോണും 10 ഫോണും ഒക്കെ ഒരുമിച്ച് ചാർജ് ചെയ്യാവുന്ന ചാർജറുകൾ സാധാരണ ഇലക്ട്രോണിക്സ് കടകളിലും മൊബൈൽ ഫോൺ ഷോപ്പുകളിലും ഒക്കെ വാങ്ങാൻ കിട്ടും. നിങ്ങളുടെ ഏരിയയിൽ ഇനി ഇത്തരത്തിലുള്ള ചാർജറുകൾ വാങ്ങാൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാനുള്ള ലിങ്കുകളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്